ഹായ് ഫ്രണ്ട്സ്, ഞാൻ അബി മോഹൻ. ഞാൻ സനിക കാർത്തികേയൻ. ഞങ്ങൾ പത്തനംതിട്ട സ്വദേശികളാണ്. ഞങ്ങളിപ്പോൾ ദുബായിൽ സെറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്. ചാനൽ നെയിം ദി മാഡ് കപ്പിൾസ്. ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് എന്ത് ടോപ്പിക്കുകൾ എടുക്കണമെന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. ഒരുപാട് ആലോചിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊരു ജനറൽ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ദുബായിലെ എല്ലാ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അതിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അല്ലെ നമ്മുടെ ഒരു ജേർണിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ദുബായിലെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ആയാലും അല്ലെങ്കിൽ എന്ത് മറ്റു വിശേഷങ്ങളായാലും മാക്സിമം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ശ്രമിക്കുന്നതായിരിക്കും. മാക്സിമം എല്ലാ വീക്സിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആക്റ്റീവ് ആയിരിക്കും. സോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതെ ലൈക്ക് കൂടെ ചെയ്യണം. ബൈ. അപ്പം നമുക്ക് നേരെ ഫസ്റ്റ് വ്ലോഗിലോട്ട് പോയിട്ട് വരാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മാഡ് കപ്പിൾസ്. അപ്പോൾ അവർ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ആക്ച്വലി ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ്, ഇന്ന് സാറ്റർഡേ ആണ്, അല്ലെങ്കിൽ 3:30 വരെ ഉള്ളൂ. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ട് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഫാമിലി ഷെയറിങ്ങിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് സ്റ്റേക്കേഷൻ നമ്മൾ ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്ത് ഒരു പ്രൈവസിക്ക് വേണ്ടി ഇടയ്ക്ക് അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അതെന്തായാലും ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ അബി ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അവിടെ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴെ ചെല്ലുമ്പോൾ അവനെയും കൂട്ടി പോവാം. അപ്പോൾ ഓൾറെഡി പോകാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 3 അബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ചെറിയൊരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യാം. വലിയ ആഘോഷമൊന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യാം. അവനൊരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഷർട്ടും പാൻറ്റും വാങ്ങിച്ചിട്ടുണ്ട് അവനറിയാതെ. ഇതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് താഴെ ചെല്ലാം. അപ്പോൾ എന്തായാലും അബി അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഇനി അവിടെ പോയിട്ട് ബാക്കി കാര്യം കാണാം. ബൈ. ഇതിപ്പോൾ ഗുബൈബയാണ്, ആളിവിടെ ഉണ്ട്. നമ്മളിപ്പോ ഈ വന്നിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായിട്ട് കുറെ നാളായിട്ട് ഇങ്ങനെ ഇത് ബുക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇരുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ സ്റ്റേക്കേഷൻ. ക്യൂൻ എലിസബത്ത് 2 ക്രൂസ് ഷിപ്പാണ്. ഒരു വെറൈറ്റി രീതിയിൽ സ്റ്റേക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേക്കേഷൻ തന്നെയാണ്. ഇത് റിസപ്ഷൻ ഏരിയ ആണ്. ഇവിടെ തന്നെ ഒരുപാട് ഷിപ്പിൻ്റെ മിനിയേച്ചർ ക്രാഫ്റ്റ്സും കാര്യങ്ങളും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എത്ര പാസഞ്ചേഴ്സിനെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബുക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്കിന് വേണ്ടി വന്ന് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുള്ളി നമ്മൾ എക്സൈറ്റഡ് ആണ് ശരിക്കും. എങ്ങനെയായിരിക്കും ഇത് നമുക്കറിയില്ലായിരുന്നു. ഇത് ഹോട്ടലാണോ അതോ ഷിപ്പാണോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണ്. നമ്മൾ ഈ ചെക്കിനൊക്കെ കഴിഞ്ഞ് നേരെ കാണുന്ന വ്യൂ ഈ ഷിപ്പിൻ്റെ ഈ വലിയ ഔട്ട്ലുക്കാണ്. നേരെ പിന്നെ നമ്മൾ എൻട്രൻസിലേക്കാണ് പോകുന്നത്. എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. എൻട്രൻസ് തന്നെ വലിയൊരു ഏരിയ ഉണ്ട്. അൽബാൻ ട്രാവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യുന്നത്. 99 dirhams പെർ ഹെഡിൽ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫർ മുഖേനയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇത് ലിഫ്റ്റിന് ആവശ്യമാണ്. ലിഫ്റ്റിൽ തന്നെ അപ്പർ ഡെക്ക്, ബോട്ടം ഡെക്ക്, സൺ ഡെക്ക്, ബോട്ട് ഡെക്ക് അങ്ങനെയൊക്കെ ധാരാളം ഓപ്ഷൻസ് കാണാം. 4005 ആണ് റൂം നമ്പർ. റൂം കണ്ടുപിടിക്കാനായിട്ടുള്ള പോക്കാണ്. അയ്യോ, ഇപ്പം ഇങ്ങനെ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ നടക്കണം. 405 റൂമിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ 470 റൂമിന്റെ അതൊക്കെ നടക്കുക. ഒരു പ്രത്യേകം പറഞ്ഞിരുന്നു കിടന്ന് റൗണ്ട് അടിക്കല്ലേ, നോക്കി നോക്കി പോണേ. പിന്നീടല്ലേ ഓർത്ത ഇത് കപ്പലാണ്. പാടാ നടന്ന് ഒരു വരുവായി. അങ്ങനെ അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. ഒരു നോർമൽ ഡബിൾ ബെഡ് റൂം തന്നെയാണ് ബുക്ക് ചെയ്തത്. നമുക്ക് ഇച്ചിരി കൂടെ നല്ല റേറ്റിൽ വേണം എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സീ വ്യൂ ഒക്കെ ഉള്ള നല്ല റേറ്റിലുള്ള റൂംസും അവൈലബിൾ ആണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് നിമിഷമാണ് ബുക്ക് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് സിറ്റി വ്യൂ ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ നേരെ ബർത്ത്ഡേ ചടങ്ങുകളിലേക്കാണ് കടക്കുന്നത്.
നമ്മളിപ്പോൾ റൂമിൽ എത്തിയിട്ട് അഭി നേരെ വാഷ്റൂമിൽ കയറിയിട്ടുണ്ട്. കാരണം നല്ല ടയർഡായിട്ട് നേരെ ഡയറക്റ്റ് ജോബ് കഴിഞ്ഞ് തന്നെ വരുമായിരുന്നു. അപ്പം ഞാൻ ആ ടൈം കൊണ്ട് എന്താ ഡ്രസ്സ് ഞാൻ ഈ ബാഗിലാക്കിയിട്ടുണ്ട്, ഈ കവറിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു യെല്ലോ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് എടുത്തത്. എനിക്കൊരു യെല്ലോ ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കേക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പി ഇറങ്ങി വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. നോക്ക്, ബെൽറ്റ് ഉണ്ട്. അത് പാൻറ്. മഞ്ഞ എൻ്റെ ഫേവറേറ്റ് കളറാണ്. മഞ്ഞയില്ല, പച്ച. സാധാരണ റൂമൊക്കെ ബുക്ക് ചെയ്താൽ നമ്മൾ എഴുന്നേൽക്കുന്നത് 11 മണി 12 മണിക്കൊക്കെയാണ്. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റേ പറ്റുള്ളൂ. റൂമിൽ കിടന്നുറങ്ങിയാൽ ഒന്നും നടക്കില്ല. ഒരുപാട് കാണാനുണ്ട്. ശരിക്കും എന്താ എങ്ങനെയാണെന്നൊന്നും അറിയാതെ ഉള്ള ഒരു പോക്ക് തന്നെ ആയിരുന്നു. ഇതൊക്കെ അവരുടെ അച്ചീവ്മെൻറ്റ്സ്, ഓരോ വർഷത്തെ ഉള്ള അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളുമൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിയം ഔട്ട്ലുക്ക്, മ്യൂസിയം പോലെ തന്നെ നമുക്ക് തോന്നും. ഓരോന്നും പിന്നെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. ഇത് കസിനോ ഏരിയ ആണ്. പണ്ടെല്ലാവരും കളിച്ചിരുന്ന ഒരു സ്ഥലം തന്നെ. ഇത് എൻ്റെ നിപ്പ് കണ്ടാൽ തന്നെ അറിയാതെ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒന്നും അറിയാതെയുള്ള നിപ്പും നടത്തമൊക്കെയാണ്. നമ്മൾ നൈറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ റൂമിൽ എത്തിക്കഴിഞ്ഞ് ഫ്രഷ് എല്ലാം ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മൊത്തം ഒന്ന് ഇറങ്ങി നടന്നു നോക്കി എങ്ങനെയാണ് എങ്ങോട്ടാണ്. അപ്പോൾ നമുക്കൊന്നും മനസ്സിലായിരുന്നില്ല. കാരണം എല്ലാം ക്ലോസ്ഡ് ആണ്. ഒരു രീതിയിലും നമ്മൾ പുറത്തോട്ട് പോകാനുള്ള ഒരു വഴി അവരുണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ ഇത് ആക്ച്വലി സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് കണ്ടപ്പോഴാണ്, ഒരു സൈഡ് വ്യൂ കണ്ടപ്പോഴാണ് നമുക്കൊരു സന്തോഷവും സമാധാനവും തോന്നിയത്. ഇതെല്ലാം അവരുടെ പെയിൻറ്റിങ്സും കാർട്ടൂൺസും പഴയതെല്ലാം ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാണണം, എങ്ങനെ പോകണമെന്നൊന്നും അറിയാതെ ഇങ്ങനെ പകച്ചു നിന്നപ്പോഴാണ് എൻ്റെ കൺമുന്നിൽ ഈ കാഴ്ച പെട്ടെന്ന് വന്ന് പെട്ടത്. അത്ര സന്തോഷത്തോടെ ആഹ്ലാദത്തോടും കൂടി ഞാനതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല. ഇതെങ്ങനെ, ഇത് എന്താണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്? ഇത് നമുക്ക് കിട്ടുമോ? ഇത് പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയേനെ. ഇത് നമ്മളെ ശരിക്കും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഇവിടുത്തെ. ഇത് ഡ്രാമ തിയേറ്ററാണ് ആക്ച്വലി. ഇപ്പോഴത്തെ നമ്മുടെ തിയേറ്ററിലെ ഫുൾ സീറ്റിംഗ് സെറ്റപ്പ് പോലെ തന്നെ പഴയ ഒരു ഡ്രാമ തിയേറ്റർ. അത് ബാൽക്കണിയല്ലേ?
എവിടെ നോക്കിയാലും ഇതിങ്ങനെ നിരത്തി വെച്ചേക്കുക. ചിലപ്പോൾ ഇതിന് അക്സസ് ഉണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. കാരണം ഇതെല്ലാം നല്ല പുതിയ ബോട്ടിൽ പോലെയാണ് തോന്നുന്നത്. എവിടെ നോക്കിയാലും ഇതാണ്, ഒരു രക്ഷയില്ല. പക്ഷെ കിട്ടാൻ ഒരു മാർഗ്ഗമില്ല. അവിടെ എല്ലാം നടന്ന് നോക്കി. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് അവരുടെ പത്രവാർത്തകൾ, ഇൻസിഡൻസ്, അവരുടെ ഈവൻസും കാര്യങ്ങളും ഫുൾ ഹിസ്റ്ററി അവിടെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഇതാണ് അപ്പർ ഡെക്ക്. ഇവിടെ എത്തിപ്പെടാൻ നമ്മൾ കുറേ കിടന്ന് കറങ്ങി. പിന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ മലയാളീസ് ആയിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളീസ്. അങ്ങനെ ഒരു ഫാമിലിയാണ് നമുക്ക് ഇതുവഴി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു തന്നത്. കുറേ കിടന്ന് കറങ്ങും, എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, ബോട്ട് ഡെക്ക്, അപ്പർ ഡെക്ക്, എല്ലായിടത്തും നമുക്ക് പോവാം. എനിക്ക് തോന്നുന്നു ഗൈഡും ഇപ്പം അവൈലബിൾ ആണ്, നമ്മുടെ ആ ടൈമിലുണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു വ്യൂ നമുക്ക് ഈ ഒരു പോയിന്റിൽ വെച്ച് കിട്ടും. പിന്നെ ഇവിടുന്ന് നമ്മളിപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ ഷിപ്പിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. ഈ ഒരു ഏരിയ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഫങ്ഷൻസ് നടത്തുന്ന ഒരു ഏരിയ ആയിട്ട്, ഒരു കല്യാണം മറ്റ് ഫങ്ഷൻസൊക്കെ നടത്തുന്ന ഒരു ഏരിയ പോലെയാണത് അതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട്. പിന്നെ ഈ ഒരു ഡെക്ക് വരെ നമുക്ക് വരാൻ പറ്റും. ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. ഈ കാണുന്ന ഈ ഒരു കറുത്ത ഈ ഒരു പില്ലറുകൾ അല്ലെങ്കിൽ തൂണ് പോലത്തെ സംഭവത്തിനപ്പുറം വരെ നമുക്ക് നടന്നു പോകാൻ കഴിയുള്ളൂ. അവിടെ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഭാഗങ്ങളുണ്ട്, പക്ഷേ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. ഇവിടെ ആളുകൾ ധാരാളം വന്നു. അതൊരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതിന് അങ്ങ് മറുവശം ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരുപാട് പേര് അവിടെ നിന്നാണ് എടുക്കുന്നത്. ലക്ഷൂറിയസ് ഫീൽ തന്നെയാണ് ഈ ഷിപ്പിലൂടെ നടക്കുമ്പോൾ. എലിസബത്തിലാണ് നടക്കുന്നതെങ്കിലും മൈൻഡ് ഫുൾ ടൈറ്റാനിക് ഫിലിം തന്നെയായിരുന്നു. ഇനിയാണ് എല്ലാവരും കാത്തിരുന്ന ആ ഒരു സ്പോട്ട് വരുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അല്ല, ബുക്കിന് മാത്രമാണ് അവർ പെർ ഹെഡ് 99 ഓഫർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് സെപ്പറേറ്റ് പേയ്മെൻ്റ് ഉണ്ട്. ഇനി അഥവാ നൈറ്റും ലഞ്ചും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് അവിടെ അവൈലബിൾ ആയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതൊരു കോൺഫറൻസ് ഹാള്, ഓഡിറ്റോറിയം ലെവലിലുള്ള ഒരു സംഭവമാണ്. ഒരുപാട് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു, റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ. നമ്മളെന്നാലും തട്ടിക്കൂട്ടി റീൽസൊക്കെ എടുത്തു. ഇതെല്ലാം ഓരോ ഇൻറ്റീരിയർ റൂംസും മീറ്റിംഗ് റൂംസും കാര്യങ്ങളും ഒക്കെയാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഒരുപാട് കറങ്ങി. അങ്ങനെ സ്വിമ്മിംഗ് പൂൾ എത്തി. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു പൂളല്ലായിരുന്നു ഇവിടെ. കാരണം ഒരു ജിമ്മും ഒരു പൂളും കൂടെ ഒരുമിച്ചൊരു ഏരിയയിൽ കണക്ട് ചെയ്തേക്കുമായിരുന്നു. പൂളെന്ന് പറഞ്ഞാൽ ആ കാണുന്ന ആ ഒരു എത്ര ഇതേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. പക്ഷേ പൂളെന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ വലിയ ഒരു ഇത് പ്രതീക്ഷിച്ചാണ് പോയത്. ഇതാണ് കാർ ലിഫ്റ്റ് ഏരിയ. ഇവിടെ നിന്നാണ് കാറുകൾ നമ്മൾ കപ്പലിൽ കയറ്റുന്നതും അത് മുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന കാർ ലിഫ്റ്റിംഗ് ഏരിയയാണിത്. 60 കാറുകൾ വരെ ഇവിടെ ഓൺ ബോർഡ് ചെയ്യാമെന്നാണ് അവർ അതിൽ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ റോൾസ് റോയ്സിൻ്റെ ഒരു പഴയ മോഡൽ കാറാണ് കാണുന്നത്. ചെക്കൗട്ട് ചെയ്യാനുള്ള നേരമായി. ആസ് യൂഷ്വൽ 2 to 12 തന്നെയാണ് ചെക്കൗട്ട് ടൈമിങ്. വളരെ സന്തോഷത്തോടെ തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ
ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ ഷിപ്പ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ നമ്മൾ കാണുന്ന ഒരു വെളിയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ. നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് വന്നത്. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സ്പേസ് ആണ്. എല്ലാവരും വരിക, ട്രൈ ചെയ്യുക. ക്യൂൻ എലിസബത്ത് 2 4-star ഹോട്ടലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യണേ. ബൈ ഫ്രം മാഡ് കപ്പിൾസ്. കഴിഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ കുറേ തവണ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ വേറൊരു ഗിഫ്റ്റ് ഉണ്ട് അതിപ്പോൾ ഞാൻ കൊടുക്കാൻ പോവാം. അതുകൂടെ കൊടുത്ത് നമുക്ക് ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അബി കിച്ചണിലാ. അബി അബി മേടിച്ചു തന്നു. ഇത് ഞാന് ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയി വാങ്ങിച്ചോണ്ട്. ഇത് വാങ്ങിച്ചതിന്റെ കാര്യം എന്ന് വെച്ചാ എവിടെ പോയാലും എന്താ ഇങ്ങനെ ഈ കളിപ്പാട്ടത്തിന്റെ ഒക്കെ കീഴിൽ പോയി ഇങ്ങനെ അവിടെ നിൽക്കും. ഇപ്പൊ ഇത്രയും വയസ്സായാലും നമ്മൾ അറിയത്തില്ലേ, ചിലർക്കൊക്കെ കൊച്ചു പിള്ളേരുടെ ഒരു മനസ്സ് ഇപ്പോഴും ഉള്ളിലുണ്ട്. ഇപ്പം നമ്മൾ റിലേഷൻ ആയിക്കൊണ്ടിരുന്നപ്പോ തന്നെ ഇങ്ങനെ പറയുമായിരുന്നു, JCB എന്തോ എനിക്ക് JCB ഓടിക്കണം. അങ്ങനെ അന്നൊക്കെ നമുക്ക് ഇതൊക്കെ ചൊറിഞ്ഞു വരും. പിന്നെ കഴിഞ്ഞ അനിയനൊക്കെ വരുമ്പോഴും ആണെങ്കിലും ഇവര് തന്നെ ഇങ്ങനെ പറയാം, എന്റെ JCB നീ നശിപ്പിച്ചു അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ച റിമോട്ട് കൺട്രോളിനെ നോക്കാന്നാ. പിന്നെ ഞാൻ കിട്ടിയതും കൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇത് ആക്ച്വലി 3 വയസ്സുള്ള സാധന. ഇത് ജസ്റ്റ് ഓടിച്ചോണ്ട് നടക്കുന്നൊന്നുമല്ല, ജസ്റ്റ് ഒരു മനസ്സിനൊരു സന്തോഷം. ഇത് കാണുമ്പോ ഭയങ്കര എല്ലായിടത്തും പോയി ഇങ്ങനെ നിൽക്കും, വായം പൊളിച്ച് എന്റെ വിലയെല്ലാം നോക്കി അത് പിന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നതാ. അപ്പൊ ബൈ ബൈ.